എന്തായിരുന്നു? മാനേജ്മെന്റുകളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിനികളുടെ കണക്ക്, അവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വായിക്കുന്ന പ്രബുദ്ധരായ മലയാളികളാണ് നാം എല്ലാവരും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു നിയമനിർമ്മാണവും നടത്താതെ തോന്നിയതുപോലെ മാനേജ്മെന്റുകൾക്ക് കോഴ്സുകൾ തുടങ്ങാനുള്ള അധികാരം അത് ഇവിടുത്തെ ഗവൺമെന്റ് വകവെച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് പഠിക്കേണ്ടുന്ന ഫീസ്, ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടുന്ന ഫീസ് അതും തോന്നിയതുപോലെ നിർണ്ണയിക്കാനുള്ള അധികാരം ഇവിടുത്തെ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വിദ്യാഭ്യാസ മേഖലകളിൽ ഇതുവരെ കേരളത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയൊരു ഉത്തരവ് ഇവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. സ്വയം ഭരണാവകാശം കോളേജുകൾക്ക് നൽകുക എന്ന്. അതായത് ഇത് കേരളത്തിൽ ഒരു പുതിയ കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പുതിയതല്ല. ഇന്ത്യയുടെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വയം ഭരണാവകാശം അത്തരത്തിലുള്ള കോളേജുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ നൽകിയതിനെ നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ രണ്ട് രീതിയിലുള്ള അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു നിയമനിർമ്മാണത്തെ SIO പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയുന്നില്ല. അതിന് ചില ഗുണവശങ്ങളുണ്ട് എന്ന് SIO വിശ്വസിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള അധികാരങ്ങൾ കോളേജുകൾക്ക് നൽകുകയാണ് എങ്കിൽ ഒരു പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് അതേപോലെ തന്നെ പുതിയ കോഴ്സുകൾ ഓരോ കോളേജിനും ആവിഷ്കരിക്കാൻ ഈ ഒരു വ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് മര്യാദയ്ക്ക് പരീക്ഷ നടത്താൻ അവിടെ സംവിധാനങ്ങളില്ല. നടത്തിയ പരീക്ഷകൾക്ക് അതിന്റെ റിസൾട്ട് നൽകാനുള്ള സംവിധാനങ്ങളില്ല. ട്രേഡ് യൂണിയനുകൾ ഭരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് യൂണിവേഴ്സിറ്റികൾക്കുള്ളത്. ഈ അവസ്ഥയൊക്കെ മാറിക്കൊണ്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ തീർച്ചയായും ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സമീപനങ്ങൾ ഉപകരിക്കുമെന്ന് തന്നെയാണ് SIO വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഇതിൽ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ഭരണാവകാശങ്ങൾ കോളേജുകൾക്ക് നൽകുമ്പോൾ ആരാണ് ഇതിൽ ഫീസ് നിശ്ചയിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഫീസിന്റെ ഘടന ആരാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്? എല്ലാം അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും മാനേജ്മെന്റുകൾക്ക്, വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ സാശ്രയ മാനേജ്മെന്റുകൾ ചെയ്തതുപോലെ അതേ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ഇവിടെ തുടരാൻ പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. എന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള നിയമനിർമ്മാണം ഇതിൽ സർക്കാർ എടുത്തതിന് ശേഷം മാത്രമേ ഈ ഉത്തരവ് ഉറപ്പുവരുത്താവൂ, ഈ ഉത്തരവ് ഇറക്കാവൂ. അത് പിൻവലിക്കണമെന്നാണ് SIO ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, സമരത്തിന്റെ പാതയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SIO എന്നുള്ളത്. ആ SIO ആണ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള സമരങ്ങൾ SIO ഏറ്റെടുത്ത് വിജയിപ്പിച്ച കഥകളും നിങ്ങൾക്കറിയാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഈ സമരവും ഇനി മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഷബീറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SIOവിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന SIOവിൻ്റെ ധർമ്മധീരരായ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരെ, ദൈവത്തിൻ്റെ രക്ഷയും കാവലും നമ്മിലെല്ലാവരിലും എപ്പോഴും വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ SIO വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിലേക്കും ഈ സ്വഭാവത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മുൻകഴിഞ്ഞ പ്രഭാഷകർ സൂചിപ്പിക്കുകയുണ്ടായി. SIO കേരള വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സ്വയം ഭരണാവകാശ കോളേജുകളുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ ആ ഉത്തരവ് വേണ്ടത്ര പക്വതയെത്തിയിട്ടില്ലാത്ത ഉത്തരവാണ് എന്ന് തിരിച്ചറിയുകയും അത് കേരള ഗവൺമെന്റിന് കോളേജുകൾക്ക് UGCയുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് മാത്രമാണ് എന്നും തിരിച്ചറിഞ്ഞ ഒരു സംഘടനയാണ്. നമുക്കറിയാം, സ്വയം ഭരണാവകാശത്തെക്കുറിച്ചുള്ള അതിന്റെ തത്വത്തിൽ SIOവിന് എതിരഭിപ്രായങ്ങളൊന്നുമില്ല. സ്വയം ഭരണാവകാശ കോളേജുകൾ അനുവദിക്കപ്പെടണം എന്ന് തന്നെയാണ് SIOവിന്റെയും ആഗ്രഹവും സ്വപ്നവും എന്ന് പറയുന്നത്. കാരണം
നിലവിലിരിക്കുന്ന അഫിലിയേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യുന്ന കോളേജുകളുടെ അവസ്ഥ, അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് അതിന്റെ ദാരുണമായ ദുരിതപൂർണമായ അവസ്ഥയെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും നല്ല പരിചയമുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും കോഴ്സ് ഏതെങ്കിലും കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ദുരിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. പരീക്ഷ മര്യാദക്ക് നടക്കുകയില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകും. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടിക്ക് റിസൾട്ടിനെ കുറിച്ചിട്ടൊരു പ്രതീക്ഷയുമില്ല. റിസൾട്ട് വന്ന കുട്ടിക്ക് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സ്വപ്നം കാണേണ്ടതില്ല എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാറിയിട്ടുണ്ട്. അമ്മാതിരി ഭാരങ്ങളും പേറിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, അവിടുത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളെ പോലെയാണ് ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ചുമടറക്കില്ല എന്ന് പറയുന്ന തെരുവ് ചുമടറക്കുന്നവരെ പോലെ ഞങ്ങൾ ഇന്ന് പണിയെടുക്കുന്നില്ല, ഒരാഴ്ചക്ക് പണിയെടുക്കുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ചാൽ, പരീക്ഷയെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ അതാണ് തീരുമാനിച്ചതെന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിലവിലുള്ള അവസ്ഥയിൽ സംതൃപ്തരല്ല. അങ്ങനെ സമരങ്ങളും പ്രശ്നങ്ങളുമായിട്ടാണ് നിലവിലിരിക്കുന്ന യൂണിവേഴ്സിറ്റി സംവിധാനം മാറിയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് തവണ സമരം നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 40 ദിവസത്തെ ഉപവാസങ്ങൾ, നിരന്തരമായ സമരങ്ങൾ, യൂണിവേഴ്സിറ്റി വളപ്പിൽ എസ്ഇഒവിന്റെ പ്രവർത്തകന്റെ ഒരുപാട് പ്രവർത്തകരുടെ രക്തത്തുള്ളികൾ വീണുടഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ ആ മണ്ണ് അതിന്റെ കഥകൾ പറഞ്ഞു തരും. കാരണം യൂണിവേഴ്സിറ്റി സമ്പ്രദായം നമുക്കറിയാം 19ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. 20ാം നൂറ്റാണ്ടോടുകൂടി യൂണിവേഴ്സിറ്റി ഇങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്ന കോളേജുകൾ മിക്കവാറും രാജ്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ സ്വയംഭരണ കോളേജുകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഏകദേശം 1964 മുതൽ ഇന്ത്യയിൽ അങ്ങനെയുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. 1986 ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ പോളിസി അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നടപ്പിലാക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ഏകദേശം 427ഓളം ഈ സ്വയംഭരണ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കേരളം 3ഓളം പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏറ്റവും അവസാനം പുറത്തു വന്ന റിപ്പോർട്ടിന്റെ മേലാണ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാടെടുക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് സ്വയംഭരണ കോളേജുകൾ കൊണ്ടുവരേണ്ടതില്ല എന്നല്ല. സ്വയംഭരണ കോളേജുകൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്, ഇവിടുത്തെ അറിവെന്ന് പറയുന്നത്, ഇവിടെ കണക്ക് കൂട്ടിവെച്ചിട്ടുള്ള ചില മേലാളന്മാരുടെ സവർണന്മാരുടെ അറിവും വിദ്യാഭ്യാസവുമാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. മറിച്ച് ഇവിടെ ന്യൂനപക്ഷമായി തീർന്നിട്ടുള്ള മനുഷ്യർ, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ വിജ്ഞാനവും അറിവും ചരിത്രവും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണാൻ കഴിയില്ല. ചരിത്രത്തെക്കുറിച്ച് പുനരവലോകനം നടത്തിയിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ നാം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുത്തെ സവർണ മേലാളന്മാർക്ക്, അധികാരികൾക്ക് വേണ്ട സ്വഭാവത്തിലുള്ള ചരിത്ര പാഠപുസ്തകങ്ങളാണ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ചരിത്രം, അവന്റെ വർത്തമാനം, അവന്റെ പുരോഗതി, അവന്റെ വികസനം ആരും ചർച്ച ചെയ്യപ്പെടാറില്ല. അങ്ങനെ ഒരു ചർച്ചാ സംസ്കാരത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസം മാറുമെന്നത് സ്വയംഭരണ കോളേജുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മാത്രവുമല്ല, ലോകതലത്തിൽ നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോഴും BA ഇംഗ്ലീഷും BA സോഷ്യോളജിയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ സാമ്പ്രദായികമായ പാരമ്പര്യമായ കോഴ്സുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ലോകതലത്തിൽ കോഴ്സുകളെ സംബന്ധിച്ച്, നിരന്തരമായിട്ടുള്ള സിലബസുകളെ സംബന്ധിച്ച്, ബോധന രീതികളെ സംബന്ധിച്ച് പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കേരളമോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളോ പലപ്പോഴും അത്തരത്തിലുള്ള പുതിയ രീതികളെ, കോഴ്സുകളെ, സംവിധാനങ്ങളെ കുറിച്ച് പരിചയമില്ല. നമ്മുടെ കുട്ടികളെ കുറിച്ച്, കേരളത്തിലെ കുട്ടികളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, അവർക്ക് തൊഴിലെടുക്കാനും അറിയില്ല, വിവരവുമില്ല എന്ന്. ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പ്രശ്നമാണ്. ഇവിടുത്തെ കുട്ടികൾ തൊഴിലെടുക്കാൻ കഴിവുള്ളവയും അവർ പഠിക്കാൻ കഴിവുള്ളവയുമാണിരിക്കെ തന്നെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും വ്യവസ്ഥയും കോഴ്സും സിലബസും അടക്കം സകല സംവിധാനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണ്. അതിനെ മറികടക്കാൻ കഴിയുന്ന ആ ആധുനിക ലോകോത്തരമായ സിലബസുകളിലേക്ക്, പുതിയ ആവിഷ്കാരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കോളേജുകൾക്ക് സാധിക്കുന്ന സ്വഭാവത്തിലുള്ള സംവിധാനമാണ് സ്വയംഭരണ കോളേജുകൾ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ SIO സ്വയംഭരണ കോളേജുകൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് കോഴ്സ് നിശ്ചയിക്കുക? ആരാണ് മാനേജ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ആരാണ് മാനേജ് ചെയ്യുക എന്നതിനെ കുറിച്ചൊരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഉത്തരവിൽ ഒന്നും പറയുന്നില്ല. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം, അവർക്ക് സിലബസ് തീരുമാനിക്കാം, പാഠപുസ്തകം തീരുമാനിക്കാം, അവർക്ക്
ആവശ്യമായ മൂല്യനിർണ്ണയ രീതികൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ആരാണ് ഇത് നിയന്ത്രിക്കുക എന്നതിനെ കുറിച്ചൊരു സംവിധാനവുമില്ലാതെ കേരളത്തിലേക്ക് ഇറക്കിവിടുന്നു. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ആരാണ് നിർണ്ണയിക്കുക? നമ്മളറിയാം, കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ ആത്മഹത്യകൾ നടന്ന കേരളത്തിൽ വീണ്ടും വിദ്യാഭ്യാസ ആത്മഹത്യകളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ നയിക്കുന്ന സ്വഭാവത്തിൽ നന്നായി മിടുക്കന്മാരായ കുട്ടികൾ, നന്നായി പഠിക്കാൻ കഴിവുള്ള മക്കൾ, നല്ല വിവരവും വിവേകവുമുള്ള കുട്ടികൾ പഠിച്ച് വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ, പണം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ആ ക്യാമ്പസുകളിൽ നിന്ന് ഇറക്കി പുറത്തുവിടുന്ന സാഹചര്യത്തിന് ഇനി ഗവൺമെന്റ് ആയിരുന്നു ഇതുവരെ ഫീസ് നിശ്ചയിച്ചത് എങ്കിൽ ഇനി ഇതാ കോളേജുകൾക്ക് തന്നെ ഫീസ് നിശ്ചയിക്കുവാനുള്ള അധികാരം കൊടുക്കുന്ന തമ്മാടികളുടെ കയ്യിലേക്ക് അധികാരം കൊടുക്കുന്ന സ്വഭാവത്തിലേക്കുള്ള ഒരു നടപടി കേരളത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മാത്രവുമല്ല,